പൂക്കാലം ചേലണിയും ആവണി വരവായി മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി നറുചിരിയുടെ നേരോടെ തൊടുകുറിയുടെ ചേലോടെ തിരുവോണത്തേരിൽ ചേക്കേറാ വരു ഉത്രാടപ്പൂവിളി തൻ ഈരടി പാടിടുവാൻ പൂക്കാലം ചേലണിയും ആവണി വരവായി മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി ചിങ്ങച്ചിമിഴിൽ മലയാളം പൂവേ പൊലിയായി മുകിലാടച്ചേല ചുറ്റി പൂവിൻ മകളും മേളത്തുടിയിൽ പുലിയാടും നാടിൻ മടിയിൽ കളിച്ചിരിയുടെ നൂറുമൊഴികൾ നാവേലേറി ആകാശത്താവണി പൊൻപ്രഭ തൂകാനൊരു റാന്തൽ ആവേശപൂരമേറും യുവവീറിൻ ചാഞ്ചാട്ടം പ്രിയ സഖിതൻ നിറചിരിതൻ ലാവിൻ ചേലും വീതിക്കസവിൽ കളിയാടാമീയാതിരയിൽ തിരുമേനിക്കായി നേരാം നാദാമൃതവും നാവിൻ രുചിയിൽ രസമേകാൻ നളപാചകവും കലവറയിലൊരോണ തകൃതി തീകായുന്നേ
നമ്മുടെ പ്രിയപ്പെട്ട ഡിഗ്നറ്ററീസ് എല്ലാവരും തന്നെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. May we request you to light the lamp, please? അങ്ങനെ ഈ നിറഞ്ഞു നിൽക്കുന്ന ദീപത്തെ സാക്ഷിയാക്കി നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ മഹാബലി തമ്പുരാനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ഇന്ന് ചോദിച്ചാലോ? മഹാബലി റെഡിയല്ലേ ഞങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം വരവേൽപ്പോടെ ഞാൻ ഇന്ന് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. താലപ്പൊലികളോടും തിരുവാതിര കളിക്കുവാനുള്ള എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള നമ്മുടെ ഇവിടുത്തെ സുന്ദരികളായ സ്ത്രീകൾ, ഇവിടെ ചുണക്കട്ടന്മാരായ ആണുങ്ങൾ എല്ലാം നിലനിരുന്ന് എന്നെ ഈ വരവേൽക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കൊച്ചു കേരളം ഇവിടെ വന്ന് ഉദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അതിനായി നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഓണത്തിന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ അതായത് എന്നെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണ്. ഞാൻ മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്യാഗി എന്നാണ് അർത്ഥം, ത്യാഗം ചെയ്യുന്നവൻ. അപ്പം അത്രയ്ക്ക് എന്നോട് ഞാൻ കാണിച്ച കരുണ നിങ്ങൾ തിരിച്ചു തരുന്നതായിട്ട് എനിക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദൻ വിഷ്ണുഭക്തനാണ്. അതീവ വിഷ്ണുഭക്തനായ ആ പാരമ്പര്യമാണ് ഞാൻ തുടർന്നു പോകുന്നത്. അതിൻ്റെ എൻ്റെ ഈ ജനതയുടെ, അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ അനുഭവിച്ച ആനന്ദവും സന്തോഷവും കൊണ്ട് ദേവന്മാർ പോലും അസൂയ കൊണ്ട് വിഷ്ണുഭക്തനെ ഭൂമിയിലേക്ക് വാമന രൂപത്തിലയച്ച് എന്നെ 3 കാൽപ്പാടുകളാൽ എന്നെ സ്വർഗ്ഗലോകത്തെ ഇടുക്കുകയാണ് ഉണ്ടായത്. ആരും വിചാരിക്കില്ല ഞാൻ പാതാളത്തിലേക്കാണ് പോയത്. എന്നെ സ്വർഗത്തിലേക്ക് അയച്ചു. വിഷ്ണുഭക്തന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു വലിയ സത്യസന്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും 3ാമത്തെ ആ കാൽപ്പട് തലോടി എന്നെ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതോടൊപ്പം എനിക്ക് എല്ലാ ഓണത്തിനും നിങ്ങളെ വന്ന് കാണുവാനും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങുവാനും അല്ലെങ്കിൽ നമ്മുടെ ആ സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള ആ അവസരം തരുന്നുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ ഇന്ന് ഈ പരിപാടി, ഈ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് നടത്തിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്രിസ്കായുടെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളെയും ഞാൻ ഓർക്കുന്നു. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോ അയൽക്കൂട്ടങ്ങളെയും ഞാൻ എടുത്തു പറയുന്നു. ഇവരുടെ ഒന്നും സാന്നിധ്യമില്ലാതെ ഇത്രയധികം വളരെ മനോഹരമായ ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ അസാധ്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലില്ലാത്ത ചുണക്കുട്ടന്മാരും അതായത് സുന്ദരികളായ സ്ത്രീകളും കൊച്ചുകുട്ടികളും എല്ലാം ഉള്ള ഈ സമൂഹം നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യം പോവുകയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഭൂമി, ഈ രാജ്യത്തെ നമുക്ക് സമൃദ്ധമായിട്ട് കൊണ്ടുപോകണം. അതിനായി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്ന്
പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല മാവേലി. ഒരു കാര്യം അറിയണം, ഈ കാലഘട്ടങ്ങളായിട്ട് ഞങ്ങളുടെ 70കളിൽ ജനിച്ചവരുണ്ട്, 80കളിൽ 90കളിൽ, ഇപ്പം ജെൻസി പിള്ളേരെ കാലഘട്ടം ഇപ്പോഴും എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ചോദിച്ചത് നന്നായി. ഞാനിങ്ങോട്ട് പോന്നപ്പോൾ എന്നോട് ആദ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടുകയുണ്ടായി. പുള്ളി പറഞ്ഞ് നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ലണ്ടനിലേക്ക് പോകണം, കീർ സ്റ്റാമറെ ഒന്ന് കാണണം. പുള്ളി പ്രത്യേകമായിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവിടെ മലയാളികളുടെ ഒരു കൂട്ടം കൂടി നിൽക്കുകയാണ്, വലിയൊരു ജനക്കൂട്ടമുണ്ട്, അവർക്ക് മഹാബലി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. അപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞു, ആ കൊമ്പൻ മീശയൊക്കെ ഒന്ന് വെട്ടിക്കളയുക, അപ്പോൾ അവിടുത്തെ പിള്ളേരല്ലേ പേടിച്ചു പോകും, യങ് ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു മോഹൻലാൽ സ്റ്റൈലിലൊക്കെയുള്ള മീശ വെച്ച് ഇങ്ങ് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ട് അതിന് വയറ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ ഈ യുവത്വം നിലനിർത്തുന്നത്. താങ്ക് യു മാവേലി. ആ പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്തു. നാളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും ഡയറ്റിലേക്ക് കയറുകയാണ്. മാവേലി സ്പെഷ്യൽ ഡയറ്റാണ് ഫ്രം ദിസ് 2025 ഓൺവേർഡ്സ്. താങ്ക് യു. May I invite the President of BRISCA, Mr. Jaymon George, to give the presidential address. Good evening, everyone. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമാണിത്. ആഘോഷങ്ങളുടെ ആഘോഷമായ ബ്രിസ്ക പൊന്നോണം ഒരിക്കൽ കൂടി ഈ വേദിയിൽ നമുക്ക് വളരെയധികം സന്തോഷത്തോടെയും അതുപോലെ തന്നെ ശക്തിയുടെയും നമ്മുടെ ഒരുമയുടെയും പ്രതീകമായി ഇവിടെ വീണ്ടും അവതരിപ്പിക്കുവാൻ ബ്രിസ്ക 2025 കമ്മിറ്റിക്ക് സാധിച്ചു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ മാതാപിതാക്കളും അതുപോലെ തന്നെ ബഹുമാന്യരായ പഴയ ബ്രിസ്ക കമ്മിറ്റി മെമ്പേഴ്സ്, ബ്രിസ്ക പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, നിങ്ങളുടെ എല്ലാവരുടെയും പഴയകാല പ്രയത്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് വളരെ ചാരിതാർത്ഥ്യം നിൽക്കുന്നൊരു സംഭവമാണ്. താങ്ക് യു. അതുപോലെ എല്ലാവർക്കും ഞങ്ങളുടെ ബ്രിസ്ക കമ്മിറ്റിയുടെ പേരിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും പേരിൽ ഓണാശംസകൾ അർപ്പിക്കുന്നു. ഞാനൊരു പ്രസംഗം പറയുവാനോ അതുപോലെ നിങ്ങളെ പുറടിപ്പിക്കാനില്ല. നമുക്ക് വളരെയധികം പ്രോഗ്രാമുകൾ നമ്മുടെ കുഞ്ഞുമക്കളിവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ശക്തിയാണ് അവർ, നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ ശക്തിയാണ്. നമ്മൾ അവരെ വലത്ത് സൈഡിൽ നിർത്തി നമ്മളെ കൂടത്തിൽ നിർത്തി നമ്മളെ കൊണ്ടുവന്ന ഒരു ജനറേഷനെ വളർത്തിയെടുത്ത് ബ്രിസ്കയെ നയിക്കാനുള്ള ഒരു പുതിയ ജനറേഷനെ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനവും അവിടെ കൂടെ നിർത്തി അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് കൊണ്ടുവരാമെന്നുള്ള ബ്രിസ്ക കമ്മിറ്റിയുടെ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. ആ ഇനീഷ്യേറ്റീവിൻ്റെ പേരിലാണ് നമ്മൾ ബ്രിസ്ക യൂത്തിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആൽവിൻ ഇവിടെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു നല്ല കൈയടി കൊടുക്കണം ഈ യൂത്തിന് മുന്നോട്ട് കയറി വന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മുടെ വളരെയധികം യൂത്ത് മെമ്പേഴ്സ് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂത്ത് ടീമിൽ ചേരുവാനും നമ്മുടെ കൂടെ ബ്രിസ്ക ഓണത്തിന് പങ്കുചേർന്ന് എല്ലാവിധ ആഘോഷങ്ങളിലും നമ്മുടെ വടംവലിക്കും. ഈ വർഷത്തെ വടംവലി മത്സരം എന്ന് പറഞ്ഞാൽ കരുത്തിൻ്റെ ഒരു പര്യായമാണ്. വടംവലി ചാമ്പ്യന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു നല്ല കൈയ്യടി കൊടുത്തേ. സ്വാദിൻ്റെ രാജാവായ നമ്മുടെ ഓണസദ്യ വളരെ കെങ്കേമമായി നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ ബ്രിസ്ക കമ്മിറ്റി വളരെയധികം അഭിമാനിക്കുന്നു. എല്ലാവരും ഒരു നല്ലൊരു കൈയ്യടി കൊടുത്ത് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ ഓണസദ്യയും അതിൻ്റെ രുചിയും അനുഭവിച്ചറിഞ്ഞ് ക്ഷീണമായിരിക്കുന്ന നിങ്ങളെ ഞാനിവിടെ ദുരിപ്പിക്കുന്നില്ല. നമുക്ക് കലാപരിപാടികൾക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രിസ്ക മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ വളരെയധികം പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ യൂത്ത് ആൾക്കാർക്കും അതുപോലെ നമ്മുടെ ബ്രിസ്ക ഹെൽത്ത് കെയർ ടീമുകൾക്കും എല്ലാമായിട്ട് ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ഫ്ലയേഴ്സും നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും സഹകരിക്കണം. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബ്രിസ്ക നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. താങ്ക് യു. Thank you, Mr. President.
അടുത്തതായിട്ട് നമുക്ക് GCSE ആൻഡ് A-level അവാർഡ്സ് പ്രഖ്യാപിക്കുകയാണ്. അതിനായിട്ട് I invite Maveli to give the GCSE awards and our President Jaimon to give A-level. May I please welcome Serene Alexander. She has received 4 A+. ഒരു കയ്യടി ആവാം. Thank you so much. ഇവരെ നമ്മൾ എല്ലാ കലാപരിപാടികളിലും ഇവിടെ വിളിക്കും. എന്നിട്ട് പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ റിസൾട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടേ? ദേ ആർ ഓൾ വർക്കിംഗ് ഹാർഡ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചെറിയൊരു കൺഫ്യൂഷൻ, പ്ലീസ് വെയിറ്റ്. അടുത്തതായി ഞാൻ എന്തായാലും വിളിക്കാൻ പോവാം ജോസ്വിൻ സിജു ആൻഡ് ആന്റണി തോമസ്. ഇവർ രണ്ടുപേരും ടൈ എടുത്തിരിക്കുകയാണ്. സോ പ്ലീസ് വെൽക്കം ബോത്ത് ഓഫ് ദം ഓൺ സ്റ്റേജ്. രണ്ടുപേർക്കും സെയിം പ്രൈസ് ആണ് പോകുന്നത്. ജോസ്വിൻ സിജു ആൻഡ് ആന്റണി തോമസ്, പ്ലീസ് കം. ചെറിയ സ്പീഡിൽ നടക്കാം കേട്ടോ. സോ നമുക്ക് GCSE വിന്നേഴ്സും ഉണ്ട്. GCSEയിൽ ടോപ്പർ ആയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സാംസൺ ചേട്ടൻ്റെ മോൻ ആൽബിൻ സാംസൺ. ആൻഡ് സെക്കൻഡ് ടോപ്പർ ഈസ് സാമുവൽ ജോസഫ്. നമ്മുടെ A-level വിന്നേഴ്സിന് പ്രൈസ് കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട മാവേലിനെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ആൽബിൻ, സോറി, ദിസ് ഇസ് GCSE ടോപ്പർ ആൽബിൻ സാംസൺ. ഈ കയ്യടി ഒന്നും പോരാ കേട്ടോ, കുറച്ച് ശക്തമായ കയ്യടി. ഏറ്റവും നല്ല അവാർഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമുവൽ ജോസഫ് എവിടെയുണ്ടോ? ആളില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കത് പിന്നീട് കൊടുക്കാവുന്നതായിരിക്കും. താങ്ക് യു. That concludes the official ceremony. Before we continue with our cultural programs, let us give a heartfelt thanks to our Maveli Raja for his gracious presence. Please join us in escorting him off the stage. Thank you. ചെണ്ട കൊട്ടുകാർ സ്റ്റേജിലേക്ക് എത്തണം, പ്ലീസ്. കം ഓൺ.